നമസ്കാരം. ഗോവൻ വിശേഷത്തിലേക്ക് സ്വാഗതം. ബാംബോളിം അപകടത്തിൽ മരിച്ചത് 2 കായിക പ്രതിഭകൾ. ഇന്നലെ ബാംബോളിമിൽ ടാങ്കർ ലോറി നിയന്ത്രണം വിട്ട് കാറിലേക്ക് ഇടിച്ചുകയറി ഉണ്ടായ അപകടത്തിൽ മരിച്ചത് 2 സെപാക് ടക്കറോ കായിക താരങ്ങളായിരുന്നു. 42 വയസ്സുകാരനായ ഓൾ ഇന്ത്യ സെപാക് ടക്കറോ അസോസിയേഷൻ പ്രസിഡന്റ് യോഗേന്ദ്ര സിംഗും സെപാക് ടക്കറോ അന്താരാഷ്ട്ര റഫറി അങ്കിത് കുമാർ ബലിയൻ എന്നിവരാണ് മരിച്ചത്. എതിർദിശയിൽ നിന്ന് വന്ന ഒരു ടാങ്കർ ലോറി ഡിവൈഡർ മുറിച്ചു കടന്ന് ഇവരുടെ മാരുതി ഇഗ്നിസ് കാറിൽ ഇടിച്ചു. തുടർന്ന് ലോറി റോഡരികിലെ ബാരിക്കേഡ് തകർത്ത് 30 അടി താഴ്ചയുള്ള കുഴിയിലേക്ക് വീണു. സംഭവസ്ഥലത്ത് വെച്ച് തന്നെ ഇരുവരും മരിച്ചു. അമിത വേഗതയ്ക്കും അശ്രദ്ധമായ ഡ്രൈവിംഗിനും ലോറി ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്തു. 37-കാരനായ രാഹുലായിരുന്നു അപകടത്തിൽപ്പെട്ട ലോറി ഓടിച്ചുകൊണ്ടിരുന്നത്. 2 ടാങ്കറുകൾ തമ്മിലുള്ള മത്സരത്തിനിടെയാണ് അപകടം സംഭവിച്ചതെന്ന് പ്രാഥമിക അന്വേഷണങ്ങൾ സൂചിപ്പിക്കുന്നു. സൂപ്പർ കപ്പിൽ നാളെ ഫത്തോഡ സ്റ്റേഡിയത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈയെ നേരിടും. സൂപ്പർ കപ്പ് ക്വാളിഫിക്കേഷൻ റൗണ്ട് ഫുട്ബോളിലാണ് ഇരു ടീമുകളും ഏറ്റുമുട്ടുന്നത്. വൈകിട്ട് 7:30 കളി ആരംഭിക്കുന്നത്. പ്രേക്ഷകർക്ക് ടിക്കറ്റോ പാസോ ഇല്ലാതെ സൗജന്യമായി കളി കാണാനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. ഗ്രൂപ്പ് ഡിയിൽ ബ്ലാസ്റ്റേഴ്സ് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. ഇതുവരെയുള്ള 2 മത്സരങ്ങളിലും അവർ വിജയിച്ചു. കഴിഞ്ഞയാഴ്ച ബാംബോളിം GMC സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹിയെ 3-0 പരാജയപ്പെടുത്തിയിരുന്നു. മനോഹർ പരീക്കർ യുവശാസ്ത്രജ്ഞൻ പുരസ്കാരം ഡോക്ടർ സായി ഗൗതമിന്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സായി ഗൗതം ഗോപാലകൃഷ്ണന് 2025 മനോഹർ പരീക്കർ യുവശാസ്ത്രജ്ഞൻ പുരസ്കാരം. മെറ്റീരിയൽസ് എഞ്ചിനീയറിംഗിലെ സംഭാവനകൾക്കാണ് അംഗീകാരം. 50 അപേക്ഷകരിൽ നിന്നാണ് തിരഞ്ഞെടുപ്പ്. ഡിസംബറിൽ നടക്കുന്ന മനോഹർ പരീക്കർ വിജ്ഞാൻ മഹോത്സവത്തിൽ 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും സമ്മാനിക്കും. ഛത്തീസ്ഗഡിൽ പാസഞ്ചർ തീവണ്ടിയും ചരക്ക് തീവണ്ടിയും കൂട്ടിയിടിച്ച് മരണം. ഛത്തീസ്ഗഡിലെ ബിലാസ്പൂർ സ്റ്റേഷന് സമീപം പാസഞ്ചർ തീവണ്ടി ചരക്ക് തീവണ്ടിയുമായി കൂട്ടിയിടിച്ച് 8 പേർ മരിച്ചു. അപകടത്തിൽ 14 പേർക്ക് പരിക്കേറ്റു. ചൊവ്വാഴ്ച വൈകുന്നേരം 4 മണിയോടെയാണ് അപകടമുണ്ടായത്. ഗേവ്രയിൽ നിന്ന് ബിലാസ്പൂരിലേക്ക് വരികയായിരുന്ന പാസഞ്ചർ തീവണ്ടി സിഗ്നൽ തെറ്റി ചരക്ക് തീവണ്ടിയിൽ പിന്നിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ പാസഞ്ചർ തീവണ്ടിയുടെ ഒരു കോച്ച് ചരക്ക് തീവണ്ടിയുടെ മുകളിലേക്ക് ഇടിച്ചു കയറി. നിരവധി പേർ കമ്പാർട്ട്മെൻറ്റുകളിൽ കുടുങ്ങിക്കിടക്കുന്നതായി സംശയമുണ്ട്. അപകട കാരണം അമിത വേഗതയോ മറ്റ് സാങ്കേതിക പിഴവോ എന്ന് അന്വേഷിച്ചു വരികയാണ്. ഗോവയിലെ ഹൈക്കോടതി കേബിൾ TV ഓപ്പറേറ്റർമാർ അവരുടെ കേബിൾ വലിക്കാൻ വൈദ്യുതി പോസ്റ്റുകൾ ഉപയോഗിക്കുന്നതിന് വൈദ്യുതി വകുപ്പ് ഈടാക്കുന്ന ഫീസിനെതിരെ നൽകിയ ഹർജി തള്ളി. ഹർജി ഫയൽ ചെയ്ത അസോസിയേഷൻ നേരിട്ട് ബാധിക്കപ്പെട്ട കക്ഷിയല്ലെന്നും വ്യക്തിഗത ഓപ്പറേറ്റർമാർക്ക് നേരിട്ട് ഹർജി നൽകണമെന്നും കോടതി നിരീക്ഷിച്ചു. കേസിന്റെ യോഗ്യതകളിൽ പ്രവേശിക്കാതെ വ്യക്തിഗത ഹർജികൾ ഫയൽ ചെയ്യാൻ ഓപ്പറേറ്റർമാർക്ക് കോടതി അനുമതി നൽകി. ഫീസ് സംബന്ധിച്ച ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കേബിൾ TV ഓപ്പറേറ്റർമാർ ഒരു കൂട്ടായ ഹർജി സമർപ്പിക്കാൻ സാധ്യതയുണ്ട്. AI സാധ്യതകൾ കണ്ടെത്താൻ IFFI 2025. ഗോവയിൽ നവംബർ 20 മുതൽ 28 വരെ നടക്കുന്ന 56ാമത് IFFI 2025 ഇന്ത്യയിലെ ആദ്യത്തെ AI ഫിലിം ഫെസ്റ്റിവലും ഹാക്കത്തണും അവതരിപ്പിക്കുന്നു. LTI മൈൻട്രി, നാഷണൽ ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്നിവരുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന ഈ സംരംഭം AI ഉപയോഗിച്ചുള്ള സ്റ്റോറി ടെല്ലിംഗിൻ്റെയും സിനിമയുടെ ഭാവിയുടെയും സാധ്യതകൾ കണ്ടെത്താൻ ലക്ഷ്യമിടുന്നു. ഫിക്ഷൻ, ഡോക്യുമെൻ്ററി, അനിമേഷൻ, എക്സ്പെരിമെൻ്റൽ വിഭാഗങ്ങൾ AI നിർമ്മിച്ച സിനിമകൾ പ്രദർശിപ്പിക്കും. 48 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഹാക്കത്തണിൽ AI അധിഷ്ഠിത സിനിമാ ടൂളുകൾ വികസിപ്പിക്കാൻ ഡെവലപ്പർമാരെയും കഥാകൃത്തുക്കളെയും ക്ഷണിക്കും. കൂടാതെ AIയും സിനിമാ നിർമ്മാണവും ധാർമ്മികമായ കഥ പറച്ചിലും പുതിയ സാങ്കേതിക വിദ്യകളും വിഷയമാക്കുന്ന വർക്ക്ഷോപ്പുകളും മാസ്റ്റർ ക്ലാസുകളും ഉണ്ടാകും. IFFIക്ക് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ my.iffigoa.org എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് 1180 രൂപ അടച്ചാൽ ഡെലിഗേറ്റ് അല്ലെങ്കിൽ സിനി എന്തൂസിയസ്റ്റ് ആയി പങ്കെടുക്കാവുന്നതാണ്. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗോവൻ വിശേഷത്തിൻ്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.